ഇതാരാ? ആ തുരുത്തിലെ വീട്ടില് എന്തോ തപ്പൊന്നുണ്ടായിരുന്നല്ലോ അല്ലേ? മനസ്സിലായില്ല. നിന്റെ വേളച്ചിലിറക്കല്ലേ? നിന്റെ ഷോയൊക്കെ ഇവിടുത്തെ മണ്ടന്മാരെ നാട്ടുകാരുടെ അടുത്ത് മതി, എനിക്കെല്ലാം അറിയാം. നിന്റെ കയ്യിലെ സ്വർണം കൊണ്ടേ ഞാൻ പോത്ത് വിട്ടു. കളിക്കല് നീ. അവിടെ കാടേം കണ്ണീരും അഭിനയവും എല്ലാത്തിനും ഷട്ടറി ഞാൻ. ഇറങ്ങിപ്പോടോ. മോള് ചൂടാവാതെ. മോളും എൻ്റെ അളിയനും കൂടുള്ള ഇടപാടൊക്കെ എനിക്കറിയാം. ഞാനിത് പറയേണ്ടിടത്ത് പറഞ്ഞ പക്ഷെ പറയത്തില്ല, അങ്ങനെ പറയാൻ പാടില്ലല്ലോ. പക്ഷെ പറയേണ്ടിടത്ത് പറഞ്ഞ അത് പറയാതിരിക്കാനുള്ള കാര്യം മോള് എന്തേലുമൊക്കെ ഒന്ന് ചെയ്യണം. മോളെ കൊണ്ട് പറ്റും. അപ്പോ ശരി, ഞാൻ ഇടയ്ക്ക് വരാം. ഒന്നിക്ക് ഇത് വിറ്റ് കിട്ടുന്ന ആദ്യത്തെ പങ്ക് നമ്മൾ ബേസിന് കൊടുക്കും. അപ്പാപ്പ പോയതുകൊണ്ട് ഇതിപ്പോൾ കാശാക്കി മാറ്റൽ അത്ര എളുപ്പമല്ല. നീ ഇത് വെച്ചോ. എന്നെ സിയെ വിളിച്ചിരുന്നു. പറഞ്ഞ ചേച്ചിയുടെ മോളുടെ മുടി വെട്ടാനാണ്. ഹലോ സാർ, തുരുത്തിലെ വീട്ടിലെ സെർച്ച് കഴിഞ്ഞു. അവിടുന്ന് കുറച്ച് ഫിംഗർ പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ല. നമ്മുടെ സസ്പെക്ട് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളുടെ ഫിംഗർ പ്രിന്റ്സ് ആയിട്ട് അത് മാച്ച് ചെയ്ത് നോക്കണം. ചെയ്യാം സാർ. ഈ മാസത്തെ വാടക കൊടുത്തെന്തായിരുന്നു നന്നായി. അത് ശരി, നീ എത്ര നാളെ അറിയില്ലല്ലോ. അറിഞ്ഞോ, നമ്മുടെ ബേസിന്റെ സമയം കൂടി ഒളിച്ചോടി. ഞങ്ങളൊന്നേ അന്വേഷിച്ചു വരാം. ഹായ്. ഹായ്. വരൂ. സന, ഇത് സന. ഹായ് ചേച്ചി. ഹായ് മോളെ. കഴിച്ചായിരുന്നോ? ആ. സന കഴിച്ചോ? നല്ല മുടിയാണല്ലോ. എങ്ങനെയാ വെട്ടണ്ടേ? എനിക്ക് മുടി വെട്ടണ്ട. ഒരു സെമി ബോയ് കട്ട് ചെയ്താൽ മതി. അവൾ സ്കിറ്റിലെന്തോ ആൺകുട്ടിയോടെ അഭിനയിക്കുന്നത്.
വെട്ടുവാണേ. ഒന്ന് രാവിലെ കടയുടെ അകത്ത് കയറി എന്തെങ്കിലും ചെയ്തായിരുന്നു? അന്ന് ഞാൻ അകത്ത് കയറിയില്ലല്ലോ സർ. പറഞ്ഞായിരുന്നല്ലോ, ബേസിൽ ഞായറാഴ്ച രാവിലെ വൈകിട്ടും കടയിൽ വന്നിരുന്നു അല്ലേ? ആ, അത് സാധനം കൊണ്ടുപോകാനുണ്ടായിരുന്നു. ആ ബക്കറ്റ് നിറയാൻ എത്ര സമയം എടുക്കും നോക്കിയിട്ടുണ്ടോ? ഏത് ബക്കറ്റ്? മുകളിൽ ഡ്രിൽ ചെയ്തോ? താഴത്തെ ബക്കറ്റിൽ പൊടി വീഴും. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ബക്കറ്റിലെ വെള്ളം ക്ലിയർ ആയിരുന്നു, പൊടി ഉണ്ടായിരുന്നില്ല. ആ ബക്കറ്റ് നിറയാൻ ചുരുങ്ങിയ പക്ഷെ 15 മണിക്കൂർ എടുക്കും. അപ്പോൾ കുത്തിപ്പൊളി നടന്നിരിക്കുന്നത് അതിനു മുമ്പാണ്. അതായത് തലേ ദിവസം ഞായറാഴ്ച പകൽ. അപ്പോൾ മോഷണം നടന്നിരിക്കുന്നത് പകലല്ലേ? എനിക്കെന്താ തോന്നുന്നത്? സന, എന്താ ഇത്? ഇതെന്തിനാ അവളുടെ മുടി വെട്ടിയേ? അതിനെന്താണ്, അവൾക്ക് ചേരുന്നുണ്ടല്ലോ. സന, അത് എന്താ കാണിച്ചു വെച്ചേക്കുന്നേ? മാമ പറഞ്ഞിട്ടോ. നീ എന്തിനാ സമ്മതിച്ചേ? രസല്ലേ അമ്മ? പട്ടാപ്പകല മോഷണം, നല്ല ഉഗ്രം പ്ലാൻ. നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. എനിക്കൊരു ഷെയർ തന്നാ മതി. മറ്റന്നാ ഉച്ചയ്ക്ക് 12 മണിക്ക് കവലയിൽ വെച്ച് ഞാൻ കേസ് ക്ലോസ് ചെയ്യും. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടാളും കടയിലേക്ക് വരണം, തെളിവെടുപ്പിനാ. അന്നെന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുക്കും. സാറേ, ഞാൻ രാത്രി ഒച്ചത്തിൽ പറ, കേൾക്കുന്നില്ല. ഞാൻ രാത്രി 9 മണിക്ക് സ്റ്റീഫനെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ കവലയിൽ ഇറക്കി. രാവിലെ പത്രം എടുക്കാൻ പോയ കൂട്ടത്തിൽ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ തിരിച്ചു വിട്ടു. അത്രേ ഉള്ളൂ? അപ്പം നിനക്ക് ഈ മോഷണത്തിൽ നേരിട്ട് പങ്കില്ല? സാർ, ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ല സാർ. കയറിയില്ല? അത് നീ പറഞ്ഞ സത്യമാണ്. പക്ഷെ നീ പറഞ്ഞ കഥയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നീ പറഞ്ഞ പോലെ നീ രാത്രിയല്ല സ്റ്റീഫനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. മോഷണം നടന്നിരിക്കുന്ന പകലാണ്. മോഷണത്തിന് ശേഷം വൈകിട്ട് നീ സ്റ്റീഫനെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിൽ എൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. പിന്നെ സ്റ്റീഫൻ ഒറ്റയ്ക്കല്ല ഈ മോഷണം ചെയ്തിരിക്കുന്നത്. ഈ മോഷണത്തിന്റെ മാസ്റ്റർ മൈൻഡ് ഈ കൂട്ടത്തിലുണ്ട്. അതാരാണെന്ന് ഞാൻ പറയണോ?
അല്ലെങ്കിൽ നീ പറയും. ആനി! ശില്പ! ആ പെണ്ണുങ്ങളെന്തേ? ആനി! ഇവിടെ രണ്ട് പിള്ളേരെ നോക്കാൻ പറ്റിയില്ലടോ. ഇവിടെ പോയി നോക്കണോ? അവന്മാരെ പിടിക്കാൻ. ഇവിടെ വേഗം പോയി പിടിച്ചിട്ട് വേണോ? മഞ്ജു, പിടിയാവരെ, വിടരുത്. വിടല്ലേ? ആനിയെ വല്ലാണ്ട് അങ്ങോട്ട് വിശ്വസിച്ചു പോയല്ലേ? ഞങ്ങൾക്ക് വേണ്ട റൂട്ടാണ് ആനിയിലേക്കും ലൂട്ടിലേക്കും. പാലായിലേക്കായിരിക്കും പോയത്. നിങ്ങൾ ഉടനെ പാലയിലേക്ക് എത്തണം. ഓക്കെ സാർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവൾ ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും പോവാ. ചേട്ടാ എത്ര? 30 രൂപ. സാർ, ആനി ബസ് സ്റ്റാൻഡിലോട്ട് കയറി പോട്ടെ. അറസ്റ്റ് ചെയ്യും. പക്ഷെ അവളുടെ കയ്യിലൊന്നുമില്ല. ധൃതി പിടിക്കണ്ട സാർ, അവൾ ബസ് കയറാനല്ല ക്ലോക്ക് റൂമിലേക്കാണ് പോകുന്നത്. താ പറയുന്നത് കേട്ടാൽ മതി. അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം. ബാഗ് വെച്ച് വെച്ചു. സാർ, തൊണ്ടി മുതലും കിട്ടിയിട്ടുണ്ട്, ആനയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നീ അവിടെ പോയിരിക്കും. സാറ് നോക്കിക്കോണേ. ആ. സാർ, ഈ
കേസിന് എന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നോ? യെസ് ഉണ്ടായിരുന്നു. സാർ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? 3 പേരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തൊണ്ടി മുതൽ മുഴുവനായിട്ട് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞോ? യെസ്, ലോസ്റ്റ് പ്രോപ്പർട്ടി ഹാസ് ബീൻ റിക്കവർഡ്. സിയുടെ കേസ് അന്വേഷണത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? See, it was a very difficult case and all credit goes to him, CA Farooq and his team. വളരെ സാഹസികമായിട്ടാണ് അവർ കുറ്റവാളികളെ പിടികൂടിയത്. ബാക്കി അവർ നോക്കും. ഓക്കെ സാർ വൺ മോർ ക്വസ്റ്റ്യൻ സാർ. വേണ്ട, ഗുഡ് ജോബ്. ഞാൻ ജയിപ്പ്. ഇതിന് എത്ര നാൾ കിട്ടുമായിരിക്കും? ടെസ്റ്റ് കേസ് അല്ലേ, ഒരു 3 വർഷം കിടക്കേണ്ടി വരും. നല്ല നടപ്പാണെ അതിന് മുന്നേ ഇറങ്ങാം. അയാളെ വിശ്വസിക്കാവോ? ഇപ്പൊ തന്നെ നമുക്ക് രക്ഷപ്പെട്ടാലോ? നമ്മളിപ്പോൾ എവിടെ നിന്ന് പോയാൽ എപ്പോഴെങ്കിലും പോലീസ് നമ്മളെ പിടിക്കും. അപ്പോൾ ഒരു വഴിയുണ്ട്, നിന്നെ അവർ പിടിക്കണം. ഞാൻ വഴി പറയാം. നീ വഴി തന്നെ ആനി പാലായിലേക്കായിരിക്കും പോയത്. നമ്മളെ അവർ പിടിച്ചു എന്ന് അവർക്ക് തോന്നുന്നു. അപ്പൊ ഗോൾഡ് അവർ പിടിക്കുമ്പോൾ തൊണ്ടി മുതൽ വേണ്ടേ? വേണം. നമ്മളുടെ കയ്യിൽ നിന്നും അയാളെടുത്ത നമ്മളുടെ ഷെയർ. ഈ ആള് കൂടുന്നിടത്ത് അതൊരു ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിൽ സ്വർണം വെച്ചാൽ ആരും ശ്രദ്ധിക്കില്ലെന്ന് അയാൾ വിചാരിച്ചു. അപ്പോൾ നമുക്കുള്ളത് അത് അപ്പാപ്പയുടെ കല്ലറയിൽ സേഫ് ആയിരിക്കും.